ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ബൈക്കിൻ്റെ ടാങ്ക് ഇവിടെ ഇല്ല, ഫ്യൂൾ ടാങ്ക് ഇവിടെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൾ ടാങ്ക് മൊത്തം തുരുമ്പിച്ച് പോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ കാലം വണ്ടി എടുക്കാതെ വെക്കുമ്പോൾ നമ്മളതിനകത്ത് ടാങ്കിനകത്ത് ഫ്യൂൽ ഫില്ല് ചെയ്യാതെയായിരിക്കും ചിലപ്പോൾ വയ്ക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് അകത്ത് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ടാങ്ക് ഓട്ടയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് എൻ്റെ വണ്ടിയുടെ ടാങ്ക്, ബൈക്കിൻ്റെ ടാങ്ക് പുതിയത് വെക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഞാൻ പുതിയ ടാങ്ക് കാണിച്ചു തരാം. പുതിയ ടാങ്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ ടാങ്കിൽ നമുക്ക് പുതിയ ടാങ്കിലോട്ട് അതിൻ്റെ ഫ്യൂൽ സെൻസറും അതുപോലത്തുള്ള മുകളിലെ ലിഡും ഫ്യൂൽ തുറക്കുന്ന പെട്രോൾ അടിക്കുന്ന ആ ഒരു ലിഡും നമുക്ക് മാറ്റി വെക്കണം. അതുപോലെ ഫ്രണ്ടിൽ രണ്ട് സൈഡും ഒരു ചിറക് പോലത്തെ ഒരു സാധനം വരും, അത് നമുക്ക് മാറ്റി വെക്കണം. അത്രയും വെച്ചിട്ട് പുതിയ ടാങ്ക് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക, ഏത് സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കലായിട്ട് നമുക്ക് ഏതെങ്കിലും പഴയ ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ എന്താ പ്രശ്നം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് ഞാൻ പുതിയ ടാങ്ക് ഈ ഓട്ടോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വരുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റിക്കറൊക്കെ കിട്ടും. ഈ സ്റ്റിക്കർ നമ്മൾ പുറത്ത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 2 ഭാഗത്തും കൂടെ 700 രൂപയോളം വരും. ഇത് 4500 രൂപയ്ക്ക് മൊത്തം ഈ ഒരു ടാങ്ക് നമുക്ക് കിട്ടും. ഈ ഒരു ലിഡ് ഉണ്ടാകില്ല, അത് നമ്മൾ പഴയ ടാങ്കിൽ നിന്ന് അഴിച്ചെടുക്കണം. ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഫ്യൂൽ സെൻസർ, ഇത് നമ്മൾ അഴിച്ചെടുക്കണം. രണ്ടും നമ്മൾ ഇതിനകത്തേക്ക് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റിസർവ് മെയിൻ ആക്കുന്ന ഈ ഒരു വാൾവ് ഉണ്ട്, ഈ ഒരു ടാപ്പ് കണ്ടോ, ഈ ഒരു ടാപ്പ് നമ്മൾ ഇതിലോട്ട് പഴയ ടാങ്കിൽ നിന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഫ്യൂൽ സെൻസർ, ഫ്യൂലിൻ്റെ അളവ് നമുക്ക് എത്ര ഉണ്ടെന്ന് മീറ്ററിൽ കാണിക്കുന്ന ആ ഒരു സെൻസർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡൗട്ടായിരിക്കും. ഇത് അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴിക്കും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഭാഗം കണ്ടോ, ഈ കറുത്ത ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ ഈ ഒരു ടാങ്ക്, ഇതാണ് ഈ പെട്രോൾ കിടക്കുന്ന 2 സൈഡ് ടാങ്ക് വരുന്നത് ഈ ഒരു രീതിയിൽ വരണം. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, ഈ ഒരു വയർ ഈ ഒരു പൊസിഷനിലേക്ക്, എവിടെയാണ് പെട്രോളിൻ്റെ നോബ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആ ഒരു രീതിയിലായിരിക്കണം ഈ അല്ലെങ്കിൽ സെൻസർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അഴിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഇനി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പൊസിഷൻ കിട്ടുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കുക. ഫ്യൂൽ സെൻസറിൻ്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി, കണ്ടോ, ഫിറ്റ് ചെയ്തു. അടുത്ത് ഈ ഒരു ലിഡ് നമ്മൾ ഫിറ്റ് ചെയ്യണം, ഫ്യൂൽ ലിഡ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് സ്ക്രൂസ് ഉണ്ട്, അത് ഇട്ടാൽ മതി. ഇപ്പോൾ 4mm വരുന്ന LN കീ ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രൂ ഒക്കെ ഉള്ള സെക്ഷൻ കാണാം കേട്ടോ, ടാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലായിരിക്കണം അത് ഫിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഫിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പുതിയ ടാങ്ക് ഇറക്കി വെക്കാൻ പോകണം ഇവിടേക്ക്. അപ്പോൾ ഒരു ഗാർഡ് ഉണ്ട്, ആ ഗാർഡിലേക്ക് കറക്റ്റ് സീറ്റിംഗ് ആക്കണം. ഈ ഒരു കാണുന്ന ആ ഒരു കണ്ടോ, ഒരു ഗ്രൂ, അതിനകത്തേക്ക് ഇത് കറക്റ്റ് ആ ബുഷ് 2 ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവും ഈ 2 ബുഷ്. എന്നിട്ട് ഇതൊരു ഒരു വെൻറ്റ് എയർ പൈപ്പാണ് കേട്ടോ, ടാങ്കിൻ്റെ വെൻറ്റ് എയർ പൈപ്പാണ്. അതുപോലെ തന്നെ ഇത് ഫ്യൂൽ സെൻസറിൻ്റെ വയറാണ്, ഇത് കണക്ട് ചെയ്യണം വയ്ക്കുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്, അതും ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സൈഡിലും 2 സൈഡിലും അതുപോലെ ബുഷ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടാപ്പിൻ്റെ കണക്ഷൻ്റെ ഇതും കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നു. ടാങ്ക് ഫിറ്റാക്കി ഇതുപോലെ നെട്ടുകളൊക്കെ ടൈറ്റ് ചെയ്യുക നന്നായിട്ട്, സ്പാനർ ഉപയോഗിച്ചിട്ട്. ആ ഒരു നെട്ട് വരുന്നുള്ളൂ, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ടാങ്ക് സെറ്റാക്കി. ടാങ്കിന് മുകളിലുള്ള ആ ഒരു ബാഗൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ആക്രിക്കടയിലൊക്കെ പോയി തുരുമ്പിച്ച ടാങ്ക് വീണ്ടും ഫിറ്റ് ചെയ്ത് കാശ് കളയുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് പുതിയൊരു ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഓട്ടോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഈ ഒരു ടാങ്ക് പർച്ചേസ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.